أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن اتبعهم إلى يوم الدين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ നമ്മുടെ ഈ 13ാമത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫീലിൻ്റെ തന്നെ മറ്റൊരു രൂപം. അതായത് നമ്മൾ ഫീൽ മാദിയും മുദാരിയും പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറബി ഭാഷയിൽ 75% പദങ്ങളും 3 അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. അതിൻ്റെ ഒരു റൂട്ട് വേർഡാണ് നമ്മളെടുത്ത് ഫഅല. അതിനെ നമ്മൾ 14 രൂപത്തിൽ സർഫ് ചെയ്യാൻ പഠിച്ചു. അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു. അതിൻ്റെ മുദാരിയും ഫോർമുല 14 രൂപത്തിൽ മാറ്റാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 3 അക്ഷരങ്ങളുള്ള പദങ്ങളാണ്, 3 പൂർണ്ണ അക്ഷരങ്ങളുള്ള പദങ്ങളാണ്. എന്നാൽ ചില പദങ്ങളുണ്ട് 3 അക്ഷരം പൂർണ്ണമായി ഉണ്ടാവുകയില്ല, എന്നാൽ 2 അക്ഷരത്തിൽ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. കാല എന്ന് പറയുമ്പോൾ കാഫ് ഉണ്ട്, കാഫിന് ദീർഘിപ്പിക്കാനുള്ള ഒരു അലിഫാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ലാമോ കാല. ശരിക്കും 3 പൂർണ്ണ അക്ഷരം ഇതിലില്ല. കാഫിനെ ദീർഘിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അക്ഷരമാണ് 2ാമത്തെ അക്ഷരമായി കിടക്കുന്നത്. അങ്ങനത്തെ പദങ്ങൾ അധികമില്ല, കുറച്ച് പദങ്ങളുണ്ട്. അപ്പം കാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ്, കാന എന്ന് പറഞ്ഞാൽ അവൻ ആയി എന്നാണ്, സാമ എന്ന് പറഞ്ഞാൽ അവൻ നോമ്പ് നോറ്റു എന്നാണ്, കാമ എന്ന് പറഞ്ഞാൽ അവൻ നിന്നു എന്നാണ്, സ്വാറ എന്ന് അവൻ പോയി എന്നാണ്. അങ്ങനത്തെ കുറേ പദങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ചെറിയൊരു രൂപ വ്യത്യാസം, മാറ്റങ്ങൾ ഈ ചില ഭാഗത്ത് ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം കാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു, കാല അവർ 2 പേർ പറഞ്ഞു, കാലു അവർ പറഞ്ഞു, കാലത്ത് അവൾ പറഞ്ഞു, കാലത്ത അവർ 2 സ്ത്രീകൾ പറഞ്ഞു, കുൽന അവർ സ്ത്രീകൾ പറഞ്ഞു. അപ്പോൾ ഈ 6ാമത്തെ രൂപത്തിൽ വെച്ചിട്ടാണ് ആ മാറ്റം സംഭവിക്കുന്നത്. കുൽന. ഇപ്പോൾ നമ്മൾ ഫാല പഠിച്ചപ്പോൾ ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാലന എന്നല്ല പറഞ്ഞത്. ഇവിടെ കാല കാല കാലു കാലത്ത് കാലത്ത കുൽന. ആ 6ാമത്തെ സ്ഥലത്ത് വെച്ചിട്ട് ഒരു രൂപ വ്യത്യാസം വരുന്നുണ്ട്. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇത് മനസ്സിലാക്കാനുള്ളത്. പിന്നെ അവിടുന്ന് മുഖാത്തിബ് തുടങ്ങുമ്പോൾ കുൽത്ത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. കുൽത്ത നീ പറഞ്ഞു, കുൽത്തുമ നിങ്ങൾ 2 പേർ പറഞ്ഞു, കുൽത്തും നിങ്ങൾ പറഞ്ഞു, കുൽത്തി നീ ഒരു സ്ത്രീ പറഞ്ഞു, കുൽത്തുമ നിങ്ങൾ 2 സ്ത്രീകൾ പറഞ്ഞു, കുൽത്തുന്ന നിങ്ങൾ സ്ത്രീകൾ പറഞ്ഞു, കുൽത്തു ഞാൻ പറഞ്ഞു, കുല്ല ഞങ്ങൾ പറഞ്ഞു. ഇതാണ് അതിൻ്റെ ഫോർമുല. ആ ഫോർമുലയിൽ ചെറിയ നമ്മൾ പഠിച്ചതിൽ 3 സ്വതന്ത്ര അക്ഷരങ്ങളിൽ പഠിച്ചതും ചെറിയ ഒരു രൂപമാറ്റമാണ്. 6ാമത്തെ പദത്തിൽ വെച്ചിട്ടാണ് അത് രൂപമാറ്റം സംഭവിക്കുന്നത്. കാല കാല കാലു കാലത്ത് കാലത്ത കുൽന അവിടെ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. പിന്നെ മുഖാത്തിബ് കുൽത്ത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. കുൽത്ത കുൽത്തുമ കുൽത്തും കുൽത്തി കുൽത്തുമ കുൽത്തുന്ന കുൽത്തു കുല്ല. അതിൻ്റെ മുദാരി രൂപമാണ് കാലയുടെ മുദാരി രൂപം യഖൂലു എന്നാണ്. നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഒരു ഫെയില് പഠിക്കുമ്പോൾ ഫെയില് മാദിയും മുദാരിയും ഒന്നിച്ചാണ് പറയാം, ഒന്നിച്ച് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പം പിന്നെ എളുപ്പമാകും. കാലയുടെ മുദാരി യഖൂലു എന്നാണ്. യഖൂലു എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നു. യഖൂലാനി അവർ 2 പേർ പറയുന്നു, യഖൂലൂന അവർ പറയുന്നു, തഖൂലു അവൾ പറയുന്നു, തഖൂലാനി അവർ 2 സ്ത്രീകൾ പറയുന്നു, യഖുൽന അവർ സ്ത്രീകൾ പറയുന്നു. യഖുൽ എന്നാണ് അവിടെ ആ 6ാമത്തെ രൂപം വരുന്നത് മുദാരിയിൽ, യഖുൽന. പിന്നെ തഖൂലു നമ്മൾ പറഞ്ഞ് ഗായിബിലെ മുഅന്നസും മുഖാത്തിബിലെ മുദക്കറും ഒരേ രൂപം തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ തഖൂലു തഖൂലു 2 ഒരേ രൂപമായിട്ട് വരുന്നത്. തഖൂലു നീ പറയുന്നു, തഖൂലാനി നിങ്ങൾ 2 പേർ പറയുന്നു, തഖൂലൂന നിങ്ങൾ പറയുന്നു, തഖൂലീന നീ ഒരു സ്ത്രീ പറയുന്നു, തഖൂലാനി നിങ്ങൾ 2 പേർ പറയുന്നു, തഖുൽന നിങ്ങൾ സ്ത്രീകൾ പറയുന്നു. അഖൂലു ഞാൻ പറയുന്നു, നഖൂലു ഞങ്ങൾ പറയുന്നു. ഇതാണ് അതിൻ്റെ രൂപങ്ങളിൽ. അപ്പോൾ ഈ ബോർഡിലുള്ളതാണ് അതിൻ്റെ രൂപം. ഒന്നുകൂടി പറയാം. കാല കാല കാലു കാലത്ത് കാലത്ത കുൽന കുൽത്ത കുൽത്തുമ കുൽത്തും കുൽത്തി കുൽത്തുമ കുൽത്തുന്ന കുൽത്തു കുൽന.
അതിന് മുതാരി യക്കൂലു യക്കൂലാനി യക്കൂലൂന തക്കൂലു തക്കൂലാനി യക്കുൽന തക്കൂലു തക്കൂലാനി തക്കൂലൂന തക്കൂലീന തക്കൂലാനി തക്കുൽന അക്കൂലു നക്കൂലു. ഇതാണ് ഈ 14 രൂപങ്ങൾ. മാതയിലും 14 രൂപം, മുതാരിയിലും 14 രൂപം. ഇതും നമുക്ക് മനസ്സിലാക്കി വെക്കണം. കാരണം വലിയ വ്യത്യാസമില്ല, പക്ഷേ നമുക്ക് പദങ്ങൾ നമുക്ക് മുമ്പിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടി ഇത് പഠിച്ചു വെക്കൽ വേണ്ടതാണ്. അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ അവസാനത്തെ വിടുന്നുണ്ട്. ഇനി നമുക്ക് ഖുറാനിൽ എത്രയോ പ്രാവശ്യം, 100 കണക്കിന് പ്രാവശ്യം ഈ കാലയുടെ രൂപം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എത്ര നോക്കിയാലും തീരില്ല, അത്രയും പദങ്ങളുണ്ട് ഈ കാലയുടെ ആയിട്ട്. കാലയുടെ അതുപോലെ തന്നെ കാന എന്ന് പറഞ്ഞാൽ അവൻ ആയി. അതുപോലെ തന്നെയാണ് സഫിയ. കാന കാന കാനു കാനത്ത് കാനത്ത കുന്ന കുന്ത കുന്തുമ കുന്തും കുന്തി കുന്തുമ കുന്തുന്ന കുന്തു കുന്ന. അപ്പോൾ അതിൻ്റെ മുതാരി യക്കൂനു യക്കൂനാനി യക്കൂനൂന തക്കൂനു തക്കൂനാനി യക്കുന്ന തക്കൂനു തക്കൂനാനി തക്കൂനൂന തക്കൂനീന തക്കൂനാനി തക്കുന്ന അക്കൂനു നക്കൂനു. അപ്പോൾ ആദ്യ പദങ്ങളുള്ള എല്ലാ പദങ്ങളും ഇതുപോലെ തന്നെയാണ് സർഫ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതുപോലത്തെ പദങ്ങളൊക്കെ ഒരുപോലെ തന്നെ സർഫ് ചെയ്യാം. അപ്പോൾ അതിൽ ഫേലും മാവയും ഫേലും മുതാരിയും ഒക്കെ പുസ്തകത്തിൽ എഴുതി വെക്കേണ്ടതാണ്. വലിയ അക്ഷരത്തിലായിട്ട് ഒരു പേജ് മുഴുവനായിട്ട് ഓരോ രൂപങ്ങൾ, ഓരോ അതിൻ്റെ പദങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ, ആ ഫോർമുല ഓരോ പേജിൽ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ, വലുതാക്കിയിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അതിൽ നോക്കാനും അതുപോലെയുള്ള പദങ്ങൾ 3 അക്ഷരങ്ങളും 2 അക്ഷരങ്ങളുള്ളതും ഒക്കെ സർഫ് ചെയ്യുമ്പോഴും അതിപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ദിമം നോക്കിയിട്ട് കാല നോക്കുമ്പോൾ തന്നെ കാലക്ക് കാന, അതിന് പകരമായി കാന ഉപയോഗിച്ചാൽ കാന കാന കാനു കാനത്ത് കാനത്ത കുന്ന കുന്ത കുന്തുമ കുന്തും കുന്തി കുന്തുമ കുന്തുന്ന കുന്തു കുന്ന. അമ്മാരി യക്കൂനു യക്കൂനാനി യക്കൂനൂന തക്കൂനു തക്കൂനാനു യക്കുന്ന തക്കൂനു തക്കൂനാനി തക്കൂനൂന തക്കൂനീന തക്കൂനാനി തക്കുന്ന അക്കൂനു നക്കൂനു. അതുപോലെ തന്നെ ഇത് നോക്കിയിട്ട് സർഫ് ചെയ്താൽ മതി. ഇതേ രൂപം തന്നെ ആയിരിക്കും മറ്റേതിനൊക്കെ ഉണ്ടാവുക. അത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ കാല് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഖുറാനിലെ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പല രൂപത്തിലും നമ്മൾ കാന ഒന്ന് കാണാം. ഇപ്പം സൂറത്ത് യാസീനിൽ ഉണ്ട്. എത്രാമത്തെ 14ാമത്തെ സെന്റൻസിൽ കാലു ഇന്ന ഇലൈക്കും മുർസലൂൻ. കാലു ഫകാലു ഫാന്നുള്ളത് കൂടി ചേർക്കാനുള്ള പദങ്ങളാണ്. അങ്ങനെ അതുകൊണ്ട് ഇതൊക്കെ ആണ് ഫാ ഉപയോഗിക്കുക. ഫകാലു അങ്ങനെ അവർ പറഞ്ഞു. കാലു എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ടായിരിക്കണം? 2ൽ കൂടുതൽ ആളുണ്ടായിരിക്കണം. അപ്പോൾ മുസ്ലിങ്ങൾ അവർക്ക് അതിലേക്ക് അയച്ച് ഇന്ന അസ്ഹാബുൽ ഖറിയത്തി എന്ന് തുടങ്ങുന്ന ആ സെന്റൻസിൽ അതിൻ്റെ 14ാമത്തെ ആയത്തിലാണ് അവരിലേക്ക് 2 പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവർ കളവാക്കി. അങ്ങനെ 3ാമത്തെ ഒരാളെ കൊണ്ട് അവരെ വെള്ളപ്പെടുത്തി. എന്നിട്ട് അവർ പറഞ്ഞു. ആ മൂന്നാളും കൂടിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കാലു അവർ പറഞ്ഞു. കാലു അവർ പറഞ്ഞു എന്ന് പറയുന്നത്. 2ൽ കൂടി നമ്മൾ പറഞ്ഞ് ജമ്മ ആണെങ്കിൽ 2ൽ കൂടുതൽ ആളുണ്ടായിരിക്കണമെന്ന്. അപ്പോൾ ഫക്കാലു അങ്ങനെ അവർ പറഞ്ഞു. ഇന്ന ഇലൈക്കും മുർസലും, നിശ്ചയമായും ഇലൈക്കും. ഇല്ലാന്ന് പറഞ്ഞാൽ ഇലൈക്കും തന്നെ നിങ്ങളിലേക്ക്, മുർസലും നിങ്ങളിലേക്കുള്ള മുർസലുകൾ ദൂതന്മാരാണെന്ന് ഞങ്ങളെന്ന് അവർ പറഞ്ഞു. കാലു ഇന്ന ഇലൈക്കും മുർസലും, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാരാണ് എന്ന് പറഞ്ഞു. പിന്നെ സൂറത്ത് യാസീനിൽ തന്നെ കാലയാ കൗമി തബിയുൽ മുർസലീൻ, പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എൻ്റെ ജനങ്ങളെ, തബിയുൽ മുർസലീൻ, നിങ്ങൾ മുസ്ലിങ്ങളെ, നിങ്ങളുടെ പ്രവാചകന്മാരെ നിങ്ങൾ അനുസരിക്കുകയും പിൻപറ്റുകയും, പ്രവാചകങ്ങൾ നിങ്ങൾ പിൻപറ്റിയെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു ഒരാളാണത്. പട്ടണത്തിൽ നിന്ന് അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു. അക്സൽ മദീനത്ത് റജുൽ യസ്സാൻ, പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഒരാളാണ് പറഞ്ഞത്. അതുകൊണ്ട് കാല എന്ന് പറഞ്ഞു. കാല യാ കൗമിന്റെ ജനങ്ങളെ, ഇത്തബിയുൽ മുർസലീൻ, നിങ്ങൾ ദൂതന്മാരെ പിൻപറ്റുകയും. പിന്നെ സൂറത്തുൽ ബഖറയിൽ 30ാമത്തെ ആയത്ത് പറയുന്നുണ്ട്, വൈദ്കാല റബ്ബുക്കൽ മലായികത്തി. ഇത് തന്നെ നമ്മൾ പഠിച്ചതാണ്. ഇത് തന്നെ സന്ദർഭം ഓർക്കുക. ഇതാന്ന് പറഞ്ഞാലോ
ആൽ എന്നുള്ള അർത്ഥം. ഇതാ ജാ വന്നാൽ, ഇതാ ജാ നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ. അപ്പൊ ഇതാന്ന് പറഞ്ഞാൽ ആല്, ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം ഓർക്കുക. ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം ഓർക്കുക. അപ്പൊ ഇത് കാല, അങ്ങനെ ഇത് സംഭവം ഓർക്കുകയും ചെയ്യുക. റബ്ബുക്ക, റബ്ബുക്ക എന്ന് പറഞ്ഞൊരു മുലാഫ് മുലാഫിലെ റബ്ബും പിന്നെ കായും കൂടി ചേർത്തിട്ടുള്ളതാണ്. റബ്ബുക്ക നിന്റെ റബ്ബ്, റബ്ബുക്ക നിന്റെ റബ്ബ്. പിന്നെ അവിടെ എന്താ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫീല് ഫായില് മഫൂല് എന്ന രൂപത്തിലാണ് അവിടെ സെന്റൻസ് വന്നിട്ടുള്ളത്. ബേസിക്കായിട്ട് വരുമ്പോൾ അങ്ങനെയും പറയാം. കാല റബ്ബുക്ക ദിൻ മലായിക്കത്തി. കാല എന്ന് പറഞ്ഞൊരു ഫീലാണ്. പിന്നെ ഫായില് വന്ന് ആരാണ് ഫായില്? റബ്ബുക്ക നിന്റെ റബ്ബ്, നിന്റെ റബ്ബാണ് ഫായില്. പിന്നെ എന്തുണ്ടായിരിക്കണം? മഫൂൽ ഉണ്ടായിരിക്കണം. മഫൂലും ബിഹി എന്താണ്? എപ്പോഴും നസ്ബായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ റബ്ബിൻ മലായിക്കത്തി എന്നാണ് പറയുന്നത്. അവിടെ കിസ്റാണ് കൊടുത്തിട്ടുള്ളത്, ജറാണുള്ളത്, നസ്ബ അല്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ വന്ന്? അവിടെ മഫൂലും ബിയായി വരുമ്പോൾ ഫതഹ് വരേണ്ടതല്ലേ? പക്ഷെ എന്താണ്, ഇതിന്റെ മുന്നിൽ ലീ വന്നിട്ടുണ്ട്. ലീ എന്ന് പറഞ്ഞാൽ ജറിന്റെ അർഫാണ്. ജി, ലി, ബി, ഫി, മിൻ, അല ഇതൊക്കെ ജറിന്റെ അർഫുകളാണ്. ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ജറിന്റെ അർഫുകൾ വന്ന കാരണമാണ് അത് മലായിക്കത്ത എന്നുള്ളത് മലായിക്കത്തി എന്ന് വന്നത്. അപ്പം ജറിന്റെ അർഫ് വന്നാൽ പിന്നെ അവിടെ നിയമം ബാധകമില്ല. പക്ഷെ മബിനിയായ കൽമത്തിനാണെങ്കിൽ അതൊന്നും നടക്കില്ല കേട്ടാ. മബിനിയായ കൽമത്ത് ഒരിക്കലും മാറാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ പ്രശ്നം വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വരുമ്പോൾ മനസ്സിലാക്കാം. ഈ ചില പദങ്ങളുണ്ട്. അപ്പോൾ ഈ മുത്തകല്ലിമിൻ്റെ യാ ഒക്കെ നമ്മൾ പറഞ്ഞു. മുത്തകല്ലിമിൻ്റെ യാ വരുമ്പോൾ അതിന് യാവോ അലിഫോ അല്ലാത്ത മറ്റാര് വന്നാലും അവിടെ കിസ്റായിട്ട് വരണമെന്ന് പറയും. പക്ഷെ ചില പദങ്ങൾ സമ്മതിക്കില്ല. മുപ്പരാണെങ്കിൽ മുത്തകല്ലിമിൻ്റെ ആയും അതും സമ്മതിക്കില്ല. അപ്പോൾ രണ്ടും തമ്മിൽ പ്രശ്നമാകും. അപ്പോൾ അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വൈദ്ക്കാർ റബ്ബുക്കൽ മലായിക്കത്ത്, വൈദ് നിങ്ങൾ സന്ദർഭം ഓർക്കുകയും ചെയ്യുക. കാല അദ്ദേഹം പറഞ്ഞു. ആരാണ് കാലപ്പത്തിൽ പറഞ്ഞിട്ടില്ല. കാലം ഇതിൻ്റെ ഫെയിൽ കഴിഞ്ഞിട്ട് ഫായിലിനെ നമ്മൾ തിരയണം. റബ്ബുക്ക എന്നുള്ളിടത്ത് എന്താണുള്ളത്? റബ്ബുക്ക നിന്റെ റബ്ബ്. നമ്മൾ പറഞ്ഞ് ഫായില് എപ്പോഴും മർഫു ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫായിൽ എപ്പോഴും മർഫു ആയിരിക്കും, അതിൻ്റെ ലമ്മായിരിക്കും എപ്പോഴും അതിൻ്റെ സ്വഭാവം. ആ ലമ്മിനാണ് നമ്മൾ ഫായിലായി സ്വീകരിക്കേണ്ടത്. ലമ്മ് കണ്ടുകൊടുത്താണ് ഫായില്. മഫൂലാണ്, ഫഥ ആണെങ്കിൽ മഫൂലായി സ്വീകരിക്കണം. ഇവിടെ റബ്ബുക്ക എന്നുള്ളത് റബ്ബു ഉണ്ട്, അതാണ് റബ്ബൂൻ. ആ റബ്ബ് എന്നുള്ളതിന് റബ്ബു മുലാഫ് ആയി വന്നപ്പോഴാണ് റബ്ബു എന്നാക്കിയത്. പിന്നെ അതിൻ്റെ ലമീറാണ് ക, റബ്ബുക്ക നിന്റെ റബ്ബ്. അവിടെ റബ്ബു എന്നുള്ളതാണ്. അവിടെ റഫ ഉണ്ട്. റബ്ബു എന്നുള്ളത് റഫ ആണ്. അതാണ് എന്ന് പറഞ്ഞാൽ ലമ്മാണ്. അപ്പോൾ അതാണ് ഫായില് റബ്ബുക്ക നിന്റെ റബ്ബ്. അപ്പം പിന്നെ ഇതിൻ്റെ ഈ കാലത്തെ ഫായിലിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വരാൻ ഈ റഫായിലുള്ള ഇസ്മ വരാതിരിക്കുമ്പോഴാണ്, നമുക്കിവിടെ കാണാതിരിക്കുമ്പോഴാണ് ഈ ഫേലിലുള്ള ലമീറിനെ നമ്മൾ ഫായിലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇതിൽ മലായിക്കത്തി നമ്മൾ പറഞ്ഞ് മഫൂൽ എപ്പോഴും മൻസൂബായിരിക്കും, നസ്ബ് ചെയ്യപ്പെട്ട ആണ് ഉണ്ടാവുക. അപ്പം ഇവിടെ നമുക്ക് ഇസ്രാണ് കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വന്ന് ഇതിൽ മലായിക്കത്ത് നമ്മൾ അതിൻ്റെ മുമ്പിൽ ലീ വന്നിട്ടുണ്ട്. ലീ ജെറിൻ്റെ അർഫായതുകൊണ്ട് മലായിക്കത്താന്നുള്ളത് മലായിക്കത്തി എന്നായതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അതിനെ അത് നസ്ബിൻ്റെ സ്ഥാനത്താണ് എന്നാണ് പറയാം. നസ്ബിൻ്റെ സ്ഥാനത്താണ് ഇതുള്ളത്. കിസ്റ ആണെങ്കിലും നസ്ബിൻ്റെ സ്ഥാനത്താണ്. കാരണം മഫൂലും ബിയും എപ്പോഴും നസ്ബായിരിക്കും. അതുപോലെ സൂറത്തുൽ ബഖറയിൽ തന്നെ വകുൽന നാം പറയുകയും ചെയ്തു. കുൽന, കുൽത്തു കുൽന, കുൽത്തു കുൽന നാം പറയുകയും ചെയ്തു. ഇഹ്ബിത്തു ബഅദുക്കും ലിബഅദിൻ അദുവും. ഇഹ്ബിത്തു നിങ്ങൾ ഇറങ്ങിക്കൊള്ളുവിൻ. സ്വർഗ്ഗത്തിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും ഇബ്ലീസിനെയും ലഅനത്തുല്ലാഹി അലൈഹിനെയും ഒരുമിച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി? അവിടെ രണ്ടിൽ കൂടുതൽ ആളുണ്ടായി. ആദം നബിയും ഹവ്വയും ഇബ്ലീസും ഉണ്ട് അവിടെ. അവിടെ എല്ലാവരോടും കൂടി പറഞ്ഞു ഹിബിത്തു നിങ്ങൾ എല്ലാവരും ഇറങ്ങിക്കൊള്ളിയോ ഇവിടുന്ന്, ഈ സ്വർഗ്ഗത്തിൽ നിന്ന് പറയിക്കോളി. കൊല്ല ഹിബിത്തു ബാലക്കും ലി ബാലിൻ മധുവൻ. നിങ്ങൾ ചിലർക്ക് ശത്രുക്കളാണ്. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാണ്. കുല്ല അവിടെ പറഞ്ഞത് കുല്ല നാം പറഞ്ഞു. കുൽത്തു കുല്ല നാം പറഞ്ഞു.
അതുപോലെ തന്നെ സൂറത്തുൽ ആറാഫിലുണ്ട് കാല റബ്ബുന വലം കാല റബ്ബന വലംന അൻഫുസന കാല. അപ്പോൾ എന്താണ് കാല കാല? അവർ രണ്ടുപേർ പറഞ്ഞു. ആരൊക്കെയാണ്? ആദം നബിയും ഹവ്വ റളിയല്ലാഹു കാല. അവർ രണ്ടുപേരും പറഞ്ഞു റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. ഇവിടെ രണ്ട് രൂപം മാത്രമേ ഉണ്ടാവും, കുൽത്തു കുൽന. റബ്ബന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രക്ഷിതാവേ, ഇതിൽ വിഭജനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. വലംന, ഞങ്ങൾ രണ്ടുപേരും അക്രമികൾ പെട്ടുപോയി. അംഫുസന, ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് തന്നെ ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു. റബ്ബന കാല 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 കാല, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവരാണ്. പിന്നെ പാവജനം തരും. റബ്ബന വലംഫുസന, നിങ്ങൾ പാവജനം തരും. സൂറത്തുൽ ആറാഫിലെ 23-ാമത്തെ ആയത്താണ്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഇതിൻ്റെ ഫോട്ടോ വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ ഈ ആയത്ത് മുഴുവൻ എഴുതുന്നില്ല. അപ്പോൾ വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും അത് വിശദീകരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ആയത്തുകൾ നോക്കിയിട്ട് അതിൻ്റെ പൂർണ്ണ രൂപം ഒന്ന് മനസ്സിലാക്കുക. പിന്നെ സൂറത്തുൽ മറിയമിലുണ്ട് കാലത്ത്. കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്ത് അവൾ പറഞ്ഞു. ആരാണ് അവിടെ? മറിയം ബീവിയാണ്. അന്ന യക്കൂനു ലീ ഗുലാമൻ. അന്ന യക്കൂനു, എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? അവൾ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാകുന്നത്? അന്ന യക്കൂനു ലീ ഗുലാം. യക്കൂനു എന്ന് എന്താ? പിന്നെ സൂറത്ത് യൂസുഫിലെ 31-ാമത്തെ പദം വഖത്തഅന ഐദിയഹുന്ന വഖുൽന. വഖത്തഅന എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിച്ചു, മുറിപ്പറ്റി. ഐദിയഹുന്ന, അവരുടെ കൈകൾ. ഐദ്യം എന്ന് പറഞ്ഞാൽ കൈകൾ. ഐദിയഹുന്ന, ആ സ്ത്രീകളുടെ കൈകൾ മുറിവേൽപ്പിച്ചു, മുറിവ് പറ്റി. വഖുൽന, എന്നിട്ട് അവർ പറയുകയും ചെയ്തു. കുൽന, കുൽത്തു കുല്ല, അങ്ങനെ അവർ പറയുകയും ചെയ്തു. വഖത്തഅന ഐദിയഹുന്ന വഖുൽന, അവർ തങ്ങളുടെ കൈകളിൽ മുറിപ്പെടുത്തുകയും ചെയ്തു. അവർ പരസ്പരം പറയുകയും ചെയ്തു. വഖുൽന, അവർ പറയുകയും ചെയ്തു. കുൽന, അവർ പറയുകയും ചെയ്തു. പിന്നെ മറ്റൊരു ആയത്ത് സൂറത്ത് ഫുസ്സിലത്തിന്റെ 14-ാമത്തെ ആയത്തിന്റെ ഇതൊക്കെ ഒരു ആയത്തിന്റെ ഒരു കഷ്ണം മാത്രമേ നമ്മൾ ഇത് പറയുന്നുള്ളൂ കേട്ടാ. ആ ആയത്ത് മുഴുവൻ നോക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാവുക. കാലത്താ, അവർ രണ്ടുപേരും പറഞ്ഞു. അതൈന താഇന, അത് ആകാശങ്ങളോടും ഭൂമികളോടും വേർപ്പെടാൻ വേണ്ടി പറഞ്ഞ് ആദ്യം ഒട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. ആകാശം ഭൂമിയൊക്കെ മുഅന്നസാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. മുഅന്നസിന്റെ രൂപം പഠിച്ചപ്പോൾ ആകാശം ഭൂമിയൊക്കെ മുഅന്നസാണ്. അപ്പോൾ അവർ ആദ്യം അത് ഒട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അള്ളാഹു കൽപ്പിക്കുകയാണ്, കാലത്താ, അള്ളാഹു കൽപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നൊരിക്കലും നിർബന്ധമായോ അല്ലെങ്കിൽ കൽപ്പന അനുസരിച്ച് കൊണ്ടോ വേറിട്ട് വരിക, രണ്ടും വേർപെട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കാലത്താ, അത് രണ്ടും പറഞ്ഞു. ഇവിടെ രണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ആകാശം ഭൂമിയാണ്, രണ്ടും മുഅന്നസാണ്. കാലത്ത് അവർ രണ്ടും പറഞ്ഞു. അവർ രണ്ടും പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുന്നു അനുസരിക്കുന്നവരായിട്ട്. നിങ്ങൾ അനുസരിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം വേറിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഭൂമിയോടും ആകാശത്തോടും ആദ്യം ഒട്ടി നിൽക്കുന്നതായിരുന്നു. അതാണ് സൂറത്ത് ഫുസ്സിലത്ത് ആ വചനത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ പൂർണ്ണ രൂപം കാണാൻ സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ 11-ാമത്തെ രൂപം ഒന്ന് കാണുക. അതുമാതിരി സൂറത്തുൽ മാഇദയിലുണ്ട് വൈദ്കാല അല്ലാഹു യാ ഈസാ ഇബ്നു മറിയമ അൻത ഖുൽത ലിന്നാസി. വൈദ്കാല, സന്ദർഭം ഓർക്കുകയും വേണം. കാല, പറഞ്ഞ സന്ദർഭവും ഓർക്കുകയും വേണം. പിന്നെ ഫായിൽ വരുന്നുണ്ട് അള്ളാഹു. അപ്പോൾ അവിടെ ഫായിൽ വന്ന് അള്ളാഹു. ഇത് കാല അള്ളാഹു പറഞ്ഞ സന്ദർഭം ഓർക്കുകയും ചെയ്യുവായി. യാ ഈസവനും മറിയമ, മറിയമിൻ്റെ പുത്രൻ ഈസയെ. അപ്പോൾ അവിടെ ഫെയിൽ വന്ന് ഫായിൽ വന്ന് മഫൂൽ എന്താണ്? ഈസബിന് മറിയമ, അതാണ് മഫൂൽ. അതിന് അവിടെ നസബ് വന്ന് യാ ഈസബിന് മറിയമേ.
മറിയമിൻ്റെ പുത്രൻ ഈസയെ വിളിക്കാണ്. അന്ത കുൽത്ത, അന്തയുടെ മുന്നേ ഒരു അംശമൊക്കെ എടുക്കുന്നുണ്ട്. അന്ത നീയാണോ, കുൽത്ത നീ പറഞ്ഞു, കുൽത്ത നീ പറഞ്ഞുവോ, ലിന്നാസി ജനങ്ങളോട് നീ പറഞ്ഞുവോ, ഇത്തഹദു ഉമ്മി ഇലാഹിനി എന്നുള്ള പദം അങ്ങനെ തുറന്നു വന്നിട്ടുണ്ട്. ഇത് അള്ളാഹു പറഞ്ഞു, യാ ഈസബിന് മറിയമോ, മറിയമിൻ്റെ പുത്രൻ ഈസയെ, അന്ത കുൽത്ത, അന്ത എന്നുള്ളത് നീയാണ്. അന്ത നീയാണോ പറഞ്ഞത്, അന്ത കുൽത്ത നീയാണോ പറഞ്ഞത്. ഇതാ ഈ നമ്മൾ പറഞ്ഞില്ലേ കുൽത്ത, ഇതാണ് നീയാണോ പറഞ്ഞത്, ലിന്നാസി ജനങ്ങളോട് നീ പറഞ്ഞിട്ടുണ്ടോ, എന്നെയും അല്ല ഈസാ നബിയെയും ഉമ്മയായ മറിയമിനെയും ആരാധിക്കാൻ വേണ്ടി നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിചാരണ ചെയ്യാണ്. പരലോകത്ത് ഈസാ അലി ഇസ്ലാമിനെ വിചാരണ ചെയ്യുന്ന സന്ദർഭം വിവരിക്കുകയാണ് ആ സുഹൃത്തിലവിടെ. അപ്പോൾ അതും ഒന്ന് നോക്കുക. അതുമാതിരി സൂറത്തുൽ ബഖറയിലുണ്ട്, വൈദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറതൻ. ഈ സന്ദർഭം ഓർക്കുക. ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആരോടാണ്? മൂസ നബിയുടെ കൗമിനോട്. ആ കൗമ് പറഞ്ഞ്, യാ മൂസ, മൂസ ലൻ നുഅ്മിന ലക ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല, ഹത്താ നറല്ലാഹ ജഹറതൻ അള്ളാഹുവിനെ ഞങ്ങൾ നേരിൽ കാണുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവരെ അപ്പം തന്നെ മരിപ്പിച്ചു തള്ളുക. ആ സൂറത്തിൽ അങ്ങനെ അവിടെ മരിപ്പിക്കുകയാണ് ചെയ്തത്. അത് അള്ളാഹു അവരെ മരിപ്പിച്ച് രണ്ടാമത് ജീവൻ നൽകി കൊടുത്ത്, എന്നിട്ടാണ് പിന്നെ അവർ വിശ്വസിച്ചത്. അപ്പോൾ സൂറത്തുൽ ബഖറയിലെ 55-ാമത്തെ ആയത്താണത്. ഇൻഷാ അല്ലാഹ് അതും ഒന്ന് നോക്കുക. അതിൻ്റെ ഞാൻ ആയത്തിൻ്റെ ഒരു കഷ്ണം മാത്രമാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. ആ ആയത്തുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പഠിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു എളുപ്പമാക്കി തട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.